ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അപ്പം നമ്മൾ ചെയ്തെടുക്കുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അരി വെള്ളത്തിലിട്ട് അരച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ അതിങ്ങി പുളിച്ച് പൊങ്ങാൻ വേണ്ടി നോക്കിയിരിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് വെജിറ്റബിളൊക്കെ ഇട്ട് നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റിയുമായിട്ടാണ് നമ്മളിതിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 2 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയ റവ എടുക്കാം. പിന്നെ അതിനുശേഷം അതിനകത്തേക്ക് 1 കപ്പ് പുളി അധികം ഇല്ലാത്ത തൈര് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതിനകത്തേക്ക് ഇവിടെ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് 1.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ എല്ലാത്തിനെയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഏകദേശം ഈ ഒരു പരുവത്തിൽ തന്നെ ഇതിനെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഞാനിവിടെ എനിക്ക് മാവ് ഇത്രയേ ഉള്ളതുകൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് ഞാനിതിനെ അരച്ച് നല്ല സെറ്റാക്കി ഇവിടെ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാവിനെ ഇനി നമുക്ക് കുറച്ച് സമയത്തേക്ക് ഒന്ന് മൂടി മാറ്റി വയ്ക്കാം കേട്ടോ. എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ അപ്പത്തിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് വെജിറ്റബിൾ സെറ്റ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ മാവിനെ ഒന്ന് മൂടി വയ്ക്കാം. നമ്മുടെ അപ്പത്തിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു സവാള ഉള്ളി, ഒരു ഹാഫ് ക്യാപ്സിക്കം, ഒരു ക്യാരറ്റ്, പിന്നെ ഒരു ചെറിയ പീസ് ക്യാബേജുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചേക്കുകയാണ്. നമുക്കിതിനെല്ലാത്തിനെയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞൊന്ന് സെറ്റാക്കി എടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കം ഉള്ളിയെല്ലാം ഞാനിവിടെ അരിഞ്ഞ് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു കുറച്ച് കടുക്, ഒരു ടീസ്പൂൺ അളവിൽ കടുക് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കടുകും എല്ലാം ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്തേക്ക് നമുക്കൊരു 1 ടീസ്പൂണ് ജീരകം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കടുകും ജീരകവും ഒക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്കിതിനകത്തേക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകളെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കടുകും ജീരകവും ഒക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാനൊരു 3 പച്ചമുളക് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞ 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ കരിവേപ്പിലയാണ് കേട്ടോ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ കരിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതിനെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഉള്ളി ഒന്ന് വേഗം വാടി വരാനായിട്ട് അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉള്ളിയും ഉപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, പിന്നെ നമ്മുടെ ക്യാപ്സിക്കം, പിന്നെ നമ്മുടെ ക്യാബേജ്, ഈ 3 സാധനങ്ങളും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് എല്ലാത്തിനെയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് ഇനി ഒരുപാട് നേരം നമ്മൾ വേവിച്ച് വഴറ്റാനൊന്നും നിൽക്കണ്ട. നമ്മുടെ അപ്പത്തിലേക്ക് ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ ക്യാരറ്റും ആ ക്യാബേജും ഒക്കെ ചെറുതായിട്ടൊന്ന് കടിക്കുമ്പോൾ അതിനൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വഴന്ന് പോകണ്ടേ. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ടേ ഇതിനകത്തേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മുടെ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്ത് ഇതിനെ ഒന്ന് ഇവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ മാവിനെ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ഈ മാവൊക്കെ ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിരിപ്പുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം ഒന്നും കൂടെ ഒന്ന് കട്ടിയായിട്ട് ആ മാവ് നമ്മൾ ശരിയാക്കി വെച്ചതിനേയും കഴിഞ്ഞും. അപ്പോൾ ഈ നമ്മൾ റെഡിയാക്കി വെച്ച് വെജിറ്റബിൾ ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ മാവിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ മാവിലേക്ക് ഞാൻ നമ്മൾ റെഡിയാക്കി വെച്ച ആ പച്ചക്കറിയുടെ എല്ലാ കൂട്ടും ഇതിനകത്തേക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ് കേട്ടോ. ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരി പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല തരിയോടുകൂടിയുള്ള അരി പൊടിച്ചത് തന്നെയാണ്, നമ്മുടെ പുട്ടിൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇനി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ.
കേട്ടോ. അപ്പോൾ ഇതിന് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പും കൂടിയിട്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് യോജിപ്പിക്കാം കേട്ടോ. അപ്പം നമ്മുടെ ആ ടേസ്റ്റി ആയിട്ടുള്ള അപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. ആ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മാവ് കുറേശ്ശെ വീതം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു അപ്പത്തിന് വേണ്ടി ഏകദേശം ഒരു കയ്യിൽ മാവ്, ഒരു ഫുള്ളായിട്ടുള്ള ഒരു കയ്യിൽ മാവ് വീതമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ ഏകദേശം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 2 മിനിറ്റ് നമ്മൾ ഓരോ സൈഡും മൂടി വെച്ചാണ് വേവിക്കുന്നത്. അപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്ത സൈഡിലേക്ക് നമ്മുടെ അപ്പം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 മിനിറ്റ് വീതം 2 സൈഡും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം കട്ടിയുള്ള അപ്പമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വേകണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ എല്ലാ അപ്പവും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, 2 മിനിറ്റ് വീതം 2 വശവും അടച്ചു വെച്ച് നമ്മൾ ഇതിന് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇത് നിങ്ങളെല്ലാവരും ഇതേവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സമയത്ത് നമ്മൾ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു അപ്പമാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും, പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, വലിയേറെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് പറയാനും ഒന്ന് ഓർത്തേക്കണേ. നമ്മുടെ അപ്പം എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമായിട്ടാണ് ഇതിവിടെ വന്നിരിക്കുന്നത്. നോക്കി ഇതൊന്ന് നമ്മളിങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ആ മുരിഞ്ഞ വെജിറ്റബിളും ആ മാവും എല്ലാം കൂടെ നല്ലതായിട്ട് വെന്ത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള അപ്പമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.